കേരളത്തിലെ സഹകരണ ബാങ്കുകളെ, കോഓപ്പറേറ്റീവ് ബാങ്കുകളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ ആക്കിക്കൊണ്ട് ഒരു സ്വപ്നമായിരുന്നു കേരള ബാങ്ക്. കേരള ബാങ്ക് എന്താ മലയാളിയുടെ സ്വപ്നം. ആ സ്വപ്നത്തിന് സപ്പോർട്ട് ചെയ്തവരുണ്ട്, എതിർത്തവരുണ്ട്. ഇപ്പോഴത്തെ വാർത്ത എന്തെന്നാൽ നമ്മുടെ ഭരണം മാറിയിരിക്കുന്നു. LDF സർക്കാർ മാറി UDF സർക്കാർ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഭരണതലപ്പത്ത് LDF അംഗങ്ങളാണ്. കേരള ബാങ്കിന് എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ? എന്താണ് കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിൻ്റെ ധനസ്ഥിതി, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വിശദീകരിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എല്ലാം റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഞങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും അറിയാം. ഞാൻ ബാങ്കിന്റെ ചെയർമാൻ മോഹൻ മാഷ്, വൈസ് ചെയർമാൻ TV രാജേഷ്, നമ്മളെ CEO, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, CCO. അപ്പൊ നമ്മള് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നിങ്ങളെ പലപ്പോഴായിട്ട് പലയിടത്തും ഒറ്റക്കും എല്ലാം ഞങ്ങളെല്ലാം കാണുകയും സൗഹൃദമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നിച്ച് ഇപ്പോഴാണ് നമ്മൾ ഇതുപോലെ സന്ധിക്കുന്നത്. കേരള ബാങ്കിന്റെ സംബന്ധിച്ച കുറച്ച് അതിൻ്റെ വളർച്ചയും മുന്നേറ്റവും സംബന്ധിച്ച ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2019 6 വർഷങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ ബാങ്കുകളും സമന്വയിപ്പിച്ച് കേരള ബാങ്കിന് രൂപം നൽകിയിട്ടുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്നതിനേക്കാളും മൊത്തം ബിസിനസ്സിൽ, അത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിലായാലും വായ്പാ വിതരണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം മൊത്തം നിക്ഷേപത്തിൽ വലിയ തോതിലുള്ള വർധനവ്, വളർച്ച കൈവരിക്കുന്നതിന് ഈ 6 വർഷ കാലത്തിനിടയിൽ കേരള ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് 1,01,204 കോടി രൂപയായിരുന്നു അന്നത്തെ കേരള ബാങ്കിൻ്റെ ബിസിനസ്. ഇന്നത് 1,29,000 കോടിയുടെ അടുത്തേക്ക് ബിസിനസ്സിൽ വർധനവുണ്ടായി. ഏതാണ്ട് 27,500 കോടിയുടെ വർധനവ് ഈ കാലയളവിൽ മൊത്തം ബിസിനസ്സിൽ കേരള ബാങ്കിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിസിനസ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ 5ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബാങ്ക് ഉള്ളത്. മൊത്തം ബിസിനസ് അടിസ്ഥാനത്തിൽ 5ൽ നിന്നും ഈ അടുത്ത കാലത്തേക്ക് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് എത്തുന്ന നില കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ ആരംഭകാലത്ത് 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 59 വായ്പാ പദ്ധതികളാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യങ്ങളും കേരള ബാങ്ക് നടത്തിയിട്ടുള്ള ആലോചനകളുടെയും ഇടപെടലിൻ്റെയും എല്ലാം ഭാഗമായി പുതിയ കുറച്ച് സ്കീമുകൾ ആവിഷ്കരിക്കാനും അത് പ്രയോഗത്തിൽ വരുത്താനും കഴിയും. ഇന്നിപ്പോൾ വ്യത്യസ്ത മേഖലകളിലായി 81 സ്കീമുകൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ മേഖലകളിൽ വായ്പാ വിതരണം നടത്തി വരുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലാണ് കേരള ബാങ്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അവിടെ കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC, അതുപോലെ തന്നെ ക്ഷീരമിത്ര, അതുപോലെ തന്നെ പ്രവാസികളുടെ ക്ഷേമത്തെ മുൻനിർത്തി പ്രവാസി മിത്ര, ഫിഷറീസ് മേഖലയിൽ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ 81 വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 33,900 കോടിയുടെ വായ്പയാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തിട്ടുള്ളത്. അത് മുൻ വർഷത്തെക്കാളും ഗണ്യമായ വർധനവ് ഇതിൽ കൈവരിക്കുന്നതിന്, വായ്പാ വിതരണത്തിൽ വർധനവുണ്ടാക്കുന്നതിന് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായും ഊന്നൽ നൽകുന്ന മറ്റൊരു മേഖലയാണ് സംരംഭങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ. അത് പിന്നെ സൂക്ഷ്മതലത്തിലുള്ളത്, അതുപോലെ ചെറുകിടം, അതുപോലെ മീഡിയം സൈസ് MSME വായ്പകൾ,
അത് ആ മേഖലയിൽ ഞങ്ങൾക്ക് നല്ല നിലയിൽ നേട്ടം കൈവരിക്കുന്നതിന്, വളർച്ച കൈവരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. 5596 കോടി രൂപ ഈ മേഖലയിൽ വിതരണം ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇത് മൊത്തം വായ്പയുടെ, കേരള ബാങ്കിൻ്റെ മൊത്തം വായ്പയുടെ 12% എന്നാണ് കാണുന്നത്. ഇത് ഈ നിലയിൽ പരിശോധിക്കുമ്പോൾ 2 വർഷം കൊണ്ട്, ഈ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷത്തിനിടയിൽ 3005 കോടി രൂപ 51,300 യൂണിറ്റുകളിലായി വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 വർഷങ്ങൾക്കിടയിൽ 75,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. കേരള ബാങ്കിൻ്റെ ഇന്നോളമുള്ള അനുഭവത്തിൽ, ചരിത്രത്തിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ ഈ MSME വായ്പയിലൂടെ സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാർഷിക മേഖലയിൽ പ്രധാന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ച് നബാർഡ് വഴിയാണ് ഞങ്ങളത് പ്രാവർത്തികമാക്കി വരുന്നത്. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് ശേഷം അന്ന് ആ രൂപീകരണ ഘട്ടത്തിൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് 61,017 കോടിയായിരുന്നു ഡെപ്പോസിറ്റ്. അതിന്ന് 75,457 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വായ്പാ വിതരണത്തിൽ അന്ന് 6 വർഷങ്ങൾക്ക് മുമ്പ് 40,186 കോടിയുടെ വായ്പയാണ് അന്ന് വിതരണം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത് 53,240 കോടിയിലേക്ക് വായ്പാ വിതരണം വർദ്ധിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് ബിസിനസ്സിൽ ഗണ്യമായ വർധനവ്, 27,500 കോടി രൂപയുടെ വർധനവ് പൊതുവിൽ കൈവരിക്കാൻ കഴിഞ്ഞത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും നല്ല നിലയിൽ ഉള്ള ഒരു കുതിച്ചുചാട്ടം വായ്പാ വിതരണത്തിൽ വന്നിട്ടുള്ളത് ഈ ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിലാണ്. കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാളും, കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം 6,000 കോടി രൂപയായിരുന്നത് ഇന്നത് ഏതാണ്ട് 12,400 കോടിയിലേക്ക് ആ വർധനവ്, വളർച്ച കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ വായ്പാ വിതരണമൊക്കെ ശക്തിപ്പെടുത്തി വിവിധ മേഖലകളിലേക്ക് കൈവെക്കുമ്പോൾ, കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായും ബാങ്കിൻ്റെ ഈ ക്യാപിറ്റൽ എഡിക്വസി റേഷ്യോ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് റിസർവ് ബാങ്ക് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് 9 അനുസരിച്ചിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അത് RBI നിഷ്കർഷിച്ചിട്ടുള്ള 9% മുകളിലേക്ക് നാമിപ്പോൾ ആ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഇപ്പോൾ RBIയുടെ ഒക്കെ അംഗീകാരത്തോടു കൂടി 200 കോടിയുടെ ഒരു ലോങ് ടേം സബോർഡിനേറ്റ് ബോണ്ടുകൾ പ്രൈമറി സംഘങ്ങളിൽ നിന്ന് സമാഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പുറമെയാണ് നബാർഡിൽ നിന്ന് ഒരു 200 കോടി രൂപയുടെ വായ്പ എടുക്കുന്നത് സർക്കാർ കൂടി ആലോചിച്ച് സർക്കാരിൻ്റെ പരിഗണനയിലാണ് അക്കാര്യമുള്ളത്. വളരെ വേഗത്തിൽ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനത്തിലേക്ക് പാക്സിനും അതുപോലെ തന്നെ ബാങ്കിലെ ഇടപാടുകാർക്ക്, ലക്ഷക്കണക്കായ കേരള ബാങ്കിലെ ഇടപാടുകാർക്കും എല്ലാം ഇൻ്റർനെറ്റ് സംവിധാനം ഒരുക്കുന്നതിന് ഞങ്ങൾക്ക് കഴിയും. ഇതിൻ്റെ പ്രപ്പോസലെല്ലാം RBIയുടെ അന്തിമമായ പരിശോധനയിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അന്തിമമായ പരിശോധനാ ഘട്ടത്തിലാണ്. താമസം കൂടാതെ അതിനുള്ള RBIയുടെ അനുവാദം ലഭിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇതേപോലെ തന്നെ പ്രൈമറി സംഘങ്ങൾ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, ആ കാർഷിക വായ്പാ സംഘങ്ങളുമായുള്ള ബന്ധം നല്ല നിലയിൽ മെച്ചപ്പെടുത്തി മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലയിലും ഈ പാക്സ് അഡ്വൈസറി കമ്മിറ്റി വളരെ ഫലപ്രദമായ നിലയിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും ഈ പാക്സ് റിലേഷൻഷിപ്പ് ഓഫീസർമാരെ, മാനേജർമാരെ നിയമിച്ചുകൊണ്ട് ശക്തമായ ഇടപെടൽ നടത്തി വരികയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പാക്സുകൾക്ക് അഡ്വൈസറി കമ്മിറ്റികൾ മാത്രമല്ല, പ്രൈമറി സംഘങ്ങൾക്ക് അവരുടെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന സംഘങ്ങൾക്ക്
പുനരുദ്ധാരണത്തിനു വേണ്ടി ഞങ്ങളൊരു പ്രത്യേക സ്കീം ആവിഷ്കരിച്ച് 667 സംഘങ്ങൾക്ക് 2464 കോടി രൂപ ഞങ്ങൾ വായ്പയായി ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘങ്ങളെ, പ്രൈമറി സംഘങ്ങളെ സഹായിക്കുന്നതിന് പ്രത്യേകമായ ചില പദ്ധതികളും ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ കേരള ബാങ്ക് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പ്രൈമറി സംഘങ്ങളുടെ ഡെപ്പോസിറ്റുകൾക്ക് ബൾക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളതിനൊരു സീലിംഗ് നിശ്ചയിച്ചത് 15 ലക്ഷത്തിന് മുകളിലുള്ളതെല്ലാം ബൾക്ക് ഡെപ്പോസിറ്റായി പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളതിൽ നിന്നും അക്കൗണ്ടുകൾക്ക് നിന്നെല്ലാം വ്യത്യസ്തമായി, നിക്ഷേപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 0.5% പലിശ ഈ ബൾക്ക് ഡെപ്പോസിറ്റുകൾക്ക്, സംഘങ്ങളുടെ ബൾക്ക് ഡിപ്പോസിറ്റുകൾക്ക് നൽകി വരുന്നുണ്ട്. അതിന് പ്രത്യേകമായ തീരുമാനമെടുത്ത് നൽകി വരുന്നതാണ്. അതുപോലെ തന്നെ സംഘങ്ങളുടെ വായ്പ അത് വളരെ കൃത്യതയോടുകൂടി തിരിച്ചടക്കുന്ന സംഘങ്ങൾക്ക് അവരുടെ പലിശയുടെ 5% ഇൻസെൻറ്റീവായി നൽകുന്നതിനുള്ള പദ്ധതിയും ആവിഷ്കരിച്ച് അതും നടപ്പിലാക്കി വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 4700-ലധികം ഏതാണ്ട് 5000-ഓളം ജീവനക്കാരാണ് നിലവിലുള്ളത്. ബാങ്ക് വലിയ നിലയിലാണ്, അതിവേഗത്തിലാണ് വളർച്ച കൈവരിച്ച് മുന്നേറുന്നത്. ഇന്ന് രാജ്യത്തെ വായ്പാ വിതരണത്തിലും നിക്ഷേപത്തിലും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലും എല്ലാ നിലയിലും മറ്റ് എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളെക്കാളും എല്ലാ കാര്യത്തിലും മുമ്പിലാണ്, നമ്പർ 1 ആണ്. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. അതുപോലെ തന്നെ സാർവദേശീയ തലത്തിലും ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള നിലയിലേക്ക് വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 5000-ഓളം ജീവനക്കാരാണുള്ളത്. ഈ വളർച്ചയെല്ലാം കൈവരിക്കുമ്പോഴും ജീവനക്കാരുടെ പരിമിതികൾ നിലനിൽക്കുകയാണ്. ഈ സ്റ്റാഫ് പാറ്റേണൊക്കെ ഒന്ന് പുതുക്കി വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, പരിമിതികളെല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായി ജീവനക്കാരുടെ ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് നിലവിലുള്ള ഒഴിവുകൾ എത്രയും വേഗം നികത്തി ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ബ്രാഞ്ചുകളെ, ബാങ്കിൻ്റെ നെറ്റ്വർക്കാകെ സജ്ജമാക്കുക എന്നത് പരമപ്രധാനമായ ഘടകമായി ഞങ്ങൾ കണ്ടു. കേരള ബാങ്ക് രൂപീകൃതമായതിന് ശേഷം ഇവിടെ 795 പേർക്ക്, ഏതാണ്ട് 800ഓളം പേർക്കാണ് നിയമനം നൽകിയിട്ടുള്ളത്. PSU വഴിയാണ് നിയമനം എന്നുള്ളത് നിങ്ങൾക്കറിയാം, നിയമനം നൽകിയിട്ടുള്ളത്. അതിൽ നിലവിലുള്ള ഭരണസമിതി അധികാരത്ത് വന്നതിന് ശേഷമുള്ള 7 മാസ കാലയളവിൽ 672 പേർക്ക് നിയമനം നൽകുന്നതിനുള്ള നടപടികൾ ഞങ്ങൾക്ക് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 409 ക്ലർക്കുമാർക്ക് ഇപ്പോൾ അഡ്വൈസ് അയച്ചപ്പോൾ സ്വാഭാവികമായും അത് ചില നിയമക്കുരുക്കിൽപ്പെടുന്ന നിലയുണ്ടായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസുമെല്ലാമായിരുന്നു. ആ കേസെല്ലാം വളരെ വേഗതയിൽ അതിന് തീർപ്പ് കൽപ്പിക്കുന്നതിന്, വളരെ ചടുലമായി ഇടപെടുന്നതിന് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ നടപടിക്രമങ്ങളിൽ ഏതാണ്ട് നിയമനത്തിന് അനുകൂലമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായി. അപ്പോൾ ഹൈക്കോടതിയുടെ കൂടി പെർമിഷനോടുകൂടി 409 പേർക്ക് ഇപ്പോൾ നിയമനം നൽകി. അതുപോലെ തന്നെ ഹൈക്കോടതി നേരത്തെ നിശ്ചയിച്ച പറഞ്ഞതനുസരിച്ച് 95 പേർക്ക് അതിനു മുമ്പ് നിയമനം നൽകി. ഇനിയിപ്പോൾ ഒരു 102 ഒഴിവുകൾ 90 ക്ലർക്കുമാരുടെ ഉൾപ്പെടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഭരണസമിതി എല്ലാം കൂടി ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു 102 ഒഴിവുകൾ ഇപ്പോൾ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഉണ്ട്. അത് ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 90 ക്ലർക്കുമാരെയും അതുപോലെ മറ്റ് ഏതാനും തസ്തികകൾ കൂടി ഇപ്പം തന്നെ നികത്താൻ കഴിയും. അങ്ങനെ ജീവനക്കാരുടെ ഒഴിവുകൾ PSU വഴി എത്രയും വേഗത്തിൽ അത് ഫില്ല് ചെയ്ത് പൂർണ്ണമായ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ബ്രാഞ്ചുകൾ 823 ബ്രാഞ്ചുകളാണ് കേരള ബാങ്കിലുള്ളത്. എല്ലാം സജ്ജമാക്കുക, നെറ്റ്വർക്ക് മുഴുവൻ സജ്ജമാക്കുക എന്ന നിലയിലേക്കാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം മാർച്ച് മാസത്തിൽ തന്നെ അത് നടപ്പിലാക്കി.
അങ്ങനെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കറിയാം അതിൽ കുറച്ച് പെരിയേഴ്സൊക്കെ ഉണ്ടാകും. അത് 2 ഗഡുക്കളായി കൊടുക്കുന്നതിന് സംഘടനകളും ഗവൺമെൻറ്റുമെല്ലാമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായിരുന്നു. അതിലാദ്യത്തെ ഗഡു ഈ ജൂലൈ മാസത്തിൽ തന്നെ കൊടുക്കാൻ തീരുമാനമായി. അടുത്ത ഗഡു അടുത്ത 2027 ഏപ്രിൽ മാസത്തിൽ നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ നിലയിലെല്ലാം ഏറ്റവും നല്ല നിലയിൽ ഈ ബിസിനസ്സിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒറ്റ മനസ്സാലെ കേരള ബാങ്ക് മുന്നേറുകയാണ്. ഇന്നിപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് എത്തുന്ന നില പൊതുവിൽ കേരളത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാം വെച്ചുകൊണ്ട് ഭാവിയിൽ കുറച്ച് പദ്ധതികളിൽ ഊന്നൽ നൽകി വ്യത്യസ്ത മേഖലകളിൽ പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിച്ച് ഇടപെടണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നിപ്പോൾ പ്രവാസികൾ, അതുപോലെ തന്നെ പ്രവാസി സംരംഭകർ, ഇവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുമായിട്ടെല്ലാം ഒരു ആശയവിനിമയം, ഒരു സംഗമം നടത്തി ഒരാശയവിനിമയത്തിലൂടെ ഏതെല്ലാം മേഖലകളിൽ പ്രവാസികളുടെ ക്ഷേമത്തെ മുൻനിർത്തി ആ മേഖലയിൽ കുറെ കൂടി ഇടപെടൽ നടത്താൻ എങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ആശയവിനിമയം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആലോചിക്കുന്നത് കോഴിക്കോട് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്, അവിടെ വെച്ച് നടത്താമെന്നാണ്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും വേഗതയിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന IT മേഖലയിൽ IT അധിഷ്ഠിത സംരംഭകർക്കായിട്ട് ഒരു IT മീറ്റ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് എറണാകുളത്തും തിരുവനന്തപുരത്തും എല്ലാം സംഘടിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ MSME വായ്പകൾ, സംരംഭങ്ങൾ, അത്തരം സംരംഭകരുടെയും ഇപ്പോൾ നിലവിലുള്ള സംരംഭകരുടെയും പുതിയ ഈ മേഖലയിൽ താല്പര്യത്തോടെ കടന്നു വരുന്ന ആളുകളെയും സംരംഭകരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്തരമൊരു കൂട്ടായ്മയും സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇപ്പോൾ തന്നെ കേരള ബാങ്കിൻ്റെ വായ്പയുടെ 24% കാർഷിക മേഖലയിലാണ്. അതൊന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ ഏതെല്ലാം തരത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കും എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും എല്ലാം പൊതു താല്പര്യത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന വ്യവസായ വകുപ്പും എല്ലാമായി ആരംഭിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യാവസായിക മേഖലയിൽ ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. അപ്പോൾ വ്യവസായ മേഖലയിലും വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ അത് പ്രത്യേകം പറയേണ്ടതില്ല. ഇപ്പോൾ ക്ഷീരമേഖലയിൽ നേരത്തെ തന്നെ ക്ഷീരമിത്ര എന്ന ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് മിൽമയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിൽ ഇടപെടാനും ലക്ഷക്കണക്കായ ക്ഷീരകർഷകർക്ക് വലിയ ആശ്വാസം എത്തിക്കുന്നതിനും വലിയ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാക്കാനും എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെല്ലാം മേഖലകളിൽ ഇനിയിപ്പോൾ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ പ്രത്യേകമായി നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ അതെല്ലാം ഞങ്ങൾ പരിഗണിക്കും. അതുപോലെ കൂട്ടത്തിൽ പറയാൻ ഞങ്ങളിങ്ങനെ ആലോചിച്ചത് പത്രപ്രവർത്തകർക്ക് അവർക്ക് അത് എന്തെങ്കിലും പ്രത്യേകമായ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെങ്കിൽ അതും കേരള ബാങ്ക് ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, അത് എല്ലാം പരിഗണിക്കും. ഈ നിലയിലെല്ലാം കേരള ബാങ്ക് 6 വർഷം കൊണ്ട് വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്, ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിലും അതുപോലെ മുന്നേറ്റത്തിലുമെല്ലാം സംസ്ഥാനത്തെ ഗവൺമെൻറ്റുമായിട്ടെല്ലാം സഹകരിച്ചുകൊണ്ട് പുതിയ ചുവടുവെപ്പുകളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്ന സങ്കല്പം വളരെ വേഗത്തിൽ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ആ സങ്കല്പത്തിലേക്ക് മുന്നേറാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിൽ നിങ്ങളുടെ എല്ലാം പിന്തുണയും നിർലോഭമായ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പറഞ്ഞതിനെ പറ്റിയൊന്നും നിങ്ങൾക്കൊരു ഇതുമില്ലേ? സർക്കാർ മാറുമ്പം സഹകരണ ബാങ്കുകളുടെ ഭരണം മാറാറുണ്ടോ? കേരളത്തിൽ എത്ര ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നിട്ടുണ്ട്? ആയിരക്കണക്കായ സഹകരണ സംഘങ്ങൾ ചെറുതും വലുതുമായത് കേരളത്തിലില്ലേ? അങ്ങനെ ഭരണം മാറാറുണ്ടോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. നിയമപരമായും ജനാധിപത്യ രീതിയിലും
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് കേരള ബാങ്കിനുള്ളത്. ആ കേരള ബാങ്കിൻ്റെ വളർച്ചയിലും മുന്നേറ്റത്തിലും ഞങ്ങളൊരൊറ്റപ്പെട്ട പാതയിലൂടെ, പ്രത്യേക പാതയിലൂടെയോ ഒന്നും സഞ്ചരിക്കുന്നതല്ല. സർക്കാരിൻ്റെയൊക്കെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന, മുന്നോട്ട് പോകുന്ന, ഇതിൻ്റെയൊക്കെ കർശനമായ മാർഗനിർദ്ദേശങ്ങളും RBI, നബാർഡ്, സർക്കാർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന, ഒന്നിച്ചു പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരാശങ്കയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. ഊഷ്മളമായ ബന്ധം എല്ലാ കാര്യത്തിലും ഈ സംവിധാനങ്ങളെല്ലാമായി പരസ്പരം നിലനിർത്തിക്കൊണ്ടുപോകുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരള ബാങ്കിനെ എതിർത്ത ഒരാൾക്ക് ഭരണപക്ഷത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യത ഉണ്ടോ എന്നതാണ്. ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. അട്ടിമറി എന്ന് പറയുന്നതൊന്നും അങ്ങനെ ഒരു സാധ്യതയും ഇല്ല. അങ്ങനെ ഒരു ചിന്തയും എവിടെയും നടക്കുന്നതായിട്ട് ഞങ്ങൾക്കൊരറിവുമില്ല. ഇല്ലാത്തതിനെ സംബന്ധിച്ച് എന്തിനാണ് നമ്മളിപ്പോൾ ആശങ്കപ്പെടുന്നത്? ഈ CPIM സംസ്ഥാന സെക്രട്ടറി സർക്കുലർ ഉണ്ടായിരുന്നു C ക്ലാസ് അംഗങ്ങൾക്ക്. ഞങ്ങൾക്കൊന്നും യാതൊരു വിവരവുമില്ല. ഞാൻ ആ CPM-ലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ്, വൈസ് പ്രസിഡന്റും. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരവുമില്ല. ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ബാങ്കിൽ അതേതൊരു സഹകരണ സംഘത്തിലും, പ്രത്യേകിച്ച് കേരള ബാങ്കിൽ A ക്ലാസ് മെമ്പർമാർ, അതിൻ്റെ ബൈലോ അനുസരിച്ച് A ക്ലാസ് മെമ്പർമാർ എന്ന് പറയുന്നത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, അർബൻ ബാങ്കുകൾ, ബൈലോ അനുസരിച്ച്. പിന്നീട് B ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സർക്കാർ, C ക്ലാസ് എന്ന് പറയുന്നത് അതർ സംഘങ്ങൾ, മറ്റ് വിവിധ മേഖലകളുമായി ബന്ധം. അതിനെല്ലാം അതിൻ്റെതായ അപ്പെക്സ് ബോഡികൾ കിടക്കുന്നു. കേരള ബാങ്ക് എന്നത് പ്രൈമറി സംഘങ്ങളുടെയും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെയും അർബൻ ബാങ്കുകളുടെയും ഒരു അപ്പെക്സ് ബോഡിയാണ്. പ്രത്യേകിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ അർബൻ അതിൻ്റെ അപ്പെക്സ് ബോഡിയാണ്. ഈ C ക്ലാസ് സൊസൈറ്റികൾക്ക് കേരള ബാങ്കിലുള്ള അംഗത്വം എന്ന് പറയുന്നത് C ക്ലാസ് അംഗത്വമാണ്. ആ C ക്ലാസ് അംഗത്വം എടുക്കുന്നത് പ്രധാനമായും ലോണുമായി ബന്ധപ്പെട്ടാണ്. അവർക്കെല്ലാം കേരള ബാങ്കിൽ നിന്ന് വായ്പകൾ ആവശ്യമുണ്ടാകും പ്രവർത്തനത്തിന്. അങ്ങനെ C ക്ലാസ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ C ക്ലാസ് അംഗത്വം നൽകുന്നത് സംബന്ധിച്ച വളരെ കൃത്യമായ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളുമുണ്ട്. ആ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും പാലിച്ച് കേരള ബാങ്കിൻ്റെ മുമ്പാകെ, ഭരണസമിതിയുടെ മുമ്പാകെ വരുന്ന ഒരപേക്ഷയും ഇന്നുവരെ 6 വർഷത്തെ ചരിത്രത്തിൽ, പുതിയ ഭരണസമിതി വന്നിട്ടുള്ള കാലയളവിൽ മാത്രമല്ല, അതിനു മുമ്പുള്ള ഫോർമേഷന് ശേഷമുള്ള 6 വർഷത്തെ കാലയളവിൽ ഒരപേക്ഷ പോലും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കേരള ബാങ്കിൻ്റെ മുമ്പാകെ വന്ന ഒരപേക്ഷ പോലും നിരസിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നാളെയും അങ്ങനൊരു അനുഭവം ഉണ്ടാവില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വരുന്ന, അതിന് കക്ഷി പരിഗണനയൊന്നുമില്ല. അതൊക്കെ വേറെ. കേരളത്തിലെ സഹകരണ മേഖലയെയും കേരള ബാങ്കിനെയും ചെറുതാവട്ടെ വലുതാവട്ടെ, C ക്ലാസ്സോ A ക്ലാസ്സോ B ക്ലാസ്സോ എന്നൊന്നും നോക്കാതെ എല്ലാ ക്ലാസ്സുകളിലും പെട്ട സംഘങ്ങളെ, സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ശക്തിപ്പെടുത്തുക എന്ന നിലപാടിൽ നിന്ന് ഒറ്റ മനസ്സാരിയാണ് പോകുന്നത്. അതിൽ വേറെ യാതൊരു വകതിരിവിൻ്റെയോ കക്ഷി പരിഗണനയുടെയോ പ്രശ്നം ഉദിക്കുന്നേയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് യാതൊരു അങ്ങനെ ഒരു ഒന്നിൻ്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. മാനദണ്ഡ അങ്ങനെ ഒരു സംഗതി ഞങ്ങൾക്ക് അതിന് ഇതാണ് അതിൻ്റെ വസ്തുത. അതെ, അങ്ങനെ ഒരു ഒന്നിൻ്റെയും ആവശ്യകത ഇതിലില്ല. പിൻവലിച്ചോ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചോ മറ്റോ എന്നുള്ളതല്ല. അത് വളരെ കൃത്യമായി ബാങ്കിന് വേണ്ടി ആധികാരികമായി വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. കേരള ബാങ്കിൻ്റെ മുമ്പാകെ കേരളത്തിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്ന, മുന്നണികൾ നേതൃത്വം നൽകുന്ന അനേകം സഹകരണ സംഘങ്ങളുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം കൈകാര്യം ചെയ്യുന്നവർ ആരാണെന്നോ അവർ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്നോ ഒന്നും ഒരു പ്രശ്നമല്ല. ഇന്നലെ വരെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല, ഇപ്പോഴും ഒരു പ്രശ്നമല്ല, നാളെയും ഒരു പ്രശ്നമല്ല. നാളെ വരുന്നു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. അതേതെങ്കിലും ഒരു ഭരണകക്ഷിയുടെയോ പ്രതിപക്ഷത്തിൻ്റെയോ നിറം നോക്കിയിട്ട് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല.
അവർക്ക് കൊടുക്കും. കാരണം അത് അവരുടെ റൈറ്റാണ്. അതെ, ആ റൈറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പിൻവലിക്കേണ്ട സാഹചര്യം വന്നത്? അങ്ങനെ ഒരു സാധ്യതയും ഉണ്ടായിട്ടില്ല. ഉണ്ടെന്ന് നിങ്ങളുടെ തന്നെ ഉത്തരവുണ്ടല്ലോ. ഏത് ടാക്സ് റിലേഷൻ ഓഫീസർ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് 18-ാം തീയതി കേരള ബാങ്ക് ഇറക്കിയ ഒരു ഡയറക്ഷൻ ഉണ്ട്. നിങ്ങൾ അല്ലെന്ന് അതൊക്കെ അങ്ങനെ യാതൊരു പ്രശ്നവും ഞങ്ങളുടെ മുമ്പിൽ ഇതിൽ വ്യക്തമായിട്ട് വളരെ കൃത്യതയോടെ ഞാൻ പറയാം. ഒരു സർക്കുലറിൻ്റെയും പ്രശ്നം അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഇല്ല. കേരള ബാങ്കിൻ്റെ മുമ്പാകെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുവരുന്ന ഏതൊരു അഫിലിയേഷൻ്റെ സി ക്ലാസ് അപേക്ഷയും സ്വീകരിക്കും. എ ക്ലാസും സ്വീകരിക്കും, സി ക്ലാസും സ്വീകരിക്കും, ബി ക്ലാസും സർക്കാരിൻ്റെതാണ്. ഉണ്ടല്ലോ, ഉണ്ട്. കുടുംബശ്രീക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. അതെന്തെങ്കിലും അവിടെ ഏതെങ്കിലും പരിമിതിയോ ഏതെങ്കിലും കാര്യത്തിൽ വിവരപ്പെടുത്തേണ്ടതുണ്ടെന്നോ ശ്രദ്ധയിൽപ്പെട്ടാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളത് ഗൗരവമായിട്ട് പരിഗണിക്കുകയും ചെയ്യും. അല്ല, അത് നോക്കാം അവർക്ക് എന്താണെന്നുള്ളത്. കേരള ബാങ്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അതിന് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. തുറന്ന മനസ്സോടുകൂടി അതിലെല്ലാം നിലപാട് സ്വീകരിക്കും. നിരക്ക് ഓരോ പ്രോഡക്റ്റിനും വ്യത്യസ്തമായിരിക്കും. നമ്മളുടെ നിലവിലുള്ള MCLR റേറ്റ്, അതായത് ഏറ്റവും ചുരുങ്ങിയ പലിശ നിരക്ക് 9.95 എന്നുള്ള നിരക്കിലാണ്. അതിനോട് സിബിൽ സ്കോറും മറ്റ് മാനദണ്ഡങ്ങളും ചേർത്ത് അതിനൊരു മാർക്കപ്പ് ചേർത്തിട്ട് 0.5% 1% ഒക്കെ കൂടുതൽ എടുത്തിട്ടാണ് ഇപ്പോൾ മുദ്രാ ലോൺ കൊടുക്കുന്നത്. നമുക്ക് 51,370 ലോണുകൾ നമ്മൾ 2 കൊല്ലം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന ഒരു MSME ക്യാമ്പയിൻ ഈ ഒരു മാസമായിട്ട് കേരള ബാങ്ക് നടത്തുന്നുണ്ട്. ഈ ഒരു മാസത്തെ MSME ക്യാമ്പയിനിൽ തന്നെ 1395 ചെറുകിട സംരംഭകർക്ക്, മിക്കവാറും ഈ ട്രേഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന ചെറുകിട സംരംഭകർക്കായിട്ട് ഞങ്ങൾ 68 കോടി രൂപ ഈ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഇന്ന് വരെ ഡിസ്ബേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കിൻ്റെ ഫോക്കസ് തുടർച്ചയായിട്ട് MSME, അഗ്രി, പ്രൈമറി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയുള്ള ഇത്തരം ലെൻഡിങ്ങുകളിലേക്ക് ആയിരിക്കും ബാങ്ക് കൂടുതൽ ചെയ്യുക. ഇപ്പോൾ അഗ്രികൾച്ചറിന് ബാങ്കിൻ്റെ മൊത്തത്തിലുള്ള വായ്പയുടെ 24% കാർഷിക വായ്പകളാണ്. മൊത്തത്തിലുള്ള വായ്പകളുടെ 23% നമ്മൾ പ്രൈമറി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കുന്ന വായ്പയാണ്. മൊത്തത്തിലുള്ള വായ്പയുടെ 12% ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ MSME വിഭാഗത്തിന് കൊടുക്കുന്ന വായ്പകളാണ്. 22% ബാങ്കിൻ്റെ വായ്പകൾ ഗോൾഡ് ലോണാണ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രൈമറി സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് ലെൻഡ് ചെയ്യുന്നത് കാണാം. പുതിയ നമ്മുടെ സ്കീം എന്ന് പറഞ്ഞാൽ സ്കീം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് വിദ്യാർത്ഥികളെ മുൻനിർത്തിയാണ്, അവർക്ക് പ്രയോജനം ചെയ്യും എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഡിഗ്രി തലം തൊട്ട് മേലോട്ട് പ്രത്യേകിച്ച് പ്രൊഫഷണൽ മേഖലയിലൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവർക്ക് ഈ ലാപ്ടോപ്പ് അതുപോലുള്ള സംവിധാനങ്ങൾ വളരെ വളരെ അത്യാവശ്യമാണ്. അതിന് 1 ലക്ഷം രൂപ വരെ ചുരുങ്ങിയ പലിശക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 6.95 അതെ 9.9 7% താഴെ. അതെ, 30 മാസത്തെ തിരിച്ചടവിന് 30 മാസം കാലാവധി വെച്ചുകൊണ്ട് ഒരു ലോണ്, പിന്നെ അത്തരം ഒരു സ്കീം. അത് ന്യൂജൻ തലമുറ ജെൻസി ടെക് എന്ന പേരിൽ ഒരു പുതിയ ഒരു സ്കീമാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെ. ഇല്ല, ഇതാണല്ലോ ലാപ്ടോപ്പ്. ഒന്നുമില്ല, കൊലാട്ടിലില്ല. മാത്രമല്ല ഞങ്ങൾ ഈ ഫുട്ബോളിൻ്റെ സമയത്ത് ഞങ്ങൾ ന്യൂജൻ അക്കൗണ്ടുകളിൽ ഒരു ചെറിയ ഇടപെടൽ ചെറുതായിട്ടൊന്ന് വെച്ചു. ഞങ്ങൾക്ക് എത്രയാണ് നമുക്ക് കിട്ടിയത്? 8,600 അക്കൗണ്ടുകൾ പുതിയ തലമുറ വന്നു. അപ്പോൾ പുതിയ തലമുറയെ സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കുക എന്നത് കേരളത്തിൽ ഇന്ന് പരമപ്രധാനമായ ഒരു ഘടകമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ആ നിലയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ കേരള ബാങ്കിൻ്റെതായ പങ്ക് അതിൽ നിർവഹിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണിത് ഞങ്ങൾ ഇത്തരമൊരു സ്കീമിന് തുടക്കമിടുന്നത്. കണ്ടീഷൻ ഒന്ന്, ഇതിന്
സ്വന്തം ഗാർഡിയൻ അല്ലെങ്കിൽ പിതാവ് ഈ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ചേർന്നെടുക്കുന്ന ലോൺ ആയിരിക്കും ഇതിന് മാതാവിൻ്റെയോ വേറൊരു റിലേറ്റീവിൻ്റെയോ കൂടി ഗ്യാരണ്ടി ഇതിനെടുക്കും, അല്ലാതെ വേറൊരു സെക്യൂരിറ്റിയും നമുക്ക് വേണ്ട. ഇതെടുക്കുമ്പോൾ അവരുടെ ഇൻകം അതുപോലുള്ള കാര്യങ്ങളെ പറ്റി ഒരു നിഷ്കർഷം ഉണ്ടാവില്ല. സിബിൽ സ്കോർ ഒരു നിശ്ചിത സിബിൽ സ്കോറിന് അത് നിർബന്ധമായിട്ടുണ്ടാകും. 30 മാസത്തേക്ക് 1 ലക്ഷം രൂപ വരെ ലാപ്ടോപ്പ്, പിന്നെ അതുപോലെയുള്ള ഗാഡ്ജറ്റുകളെല്ലാം പഠനത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ടാബ്ലറ്റ്, ലാപ്ടോപ്പ് അതുപോലുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായിരിക്കും ഇത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന ഈ ലോണുകൾക്ക് അവർ തന്നെ കേരള ബാങ്കിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ എഡ്യൂക്കേഷൻ ലോണിൽ ഒരു ഡിസ്കൗണ്ടും ഉണ്ടാവും. ഇത്രയും വളരെ ലളിതമായിട്ടുള്ള വ്യവസ്ഥകളിൽ ഒരു ആപ്ലിക്കേഷൻ ഒരു ബ്രാഞ്ചിൽ പോയി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, ഒരു ചെറിയ പ്രോനോട്ട്, ഒരു ചെറിയ ഗ്യാരണ്ടി എഗ്രിമെൻറ്റ്, ഇത്രയും കാര്യം സൈൻ ചെയ്താൽ അന്ന് തന്നെ ലോൺ ഡിസ്ബേഴ്സ് ചെയ്യാവുന്ന, ഡയറക്റ്റായിട്ട് ഏത് മൈജിന്നോ അല്ലെങ്കിൽ അതുപോലെ എവിടെ നിന്നാണ് അത് വാങ്ങുന്നത് അവിടെ നിന്ന് ഡിസ്ബേഴ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. ഏതെങ്കിലും ഒരു റിലേറ്റീവ് മതി, റിലേറ്റീവ് മതി. അതായത് ഒരു കൂടി വേണമെന്നേ ഉള്ളൂ. അതെ, ഒരു ലളിതമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ് ലളിതമാക്കിയിട്ട് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ പലിശ നിരക്കാണ്. 6.99 എന്നുള്ള പലിശ നിരക്ക് കൺസ്യൂമർ ലെൻഡിങ്ങിന് ഈ തരം കമ്പ്യൂട്ടറുകളും ഫോൺ ഗാഡ്ജറ്റുകളൊക്കെ പുറത്തുനിന്ന് മറ്റേ NBFCs കൊടുക്കുന്നത് മിനിമം 24% മുതൽ മുകളിലേക്കുള്ള പലിശ നിരക്കുകൾക്കാണ്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് കേരള ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുക്കണം എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ബാങ്ക് ഭരണസമിതി 6.99 എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു റേറ്റ് വെച്ചിരിക്കുന്നത്. ഒരു മാനദണ്ഡമില്ല. സിബിൽ സ്കോർ കുറവാണെങ്കിൽ ഇതിൽ നിന്ന് ഔട്ടാവും. നമ്മൾ ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ബാങ്ക് ചെറുതായിട്ട് ശാഠ്യം പിടിക്കുന്നുള്ളൂ. കാരണം റീപേയ്മെൻറ്റ് ഹാബിറ്റ് മാത്രം നോക്കിയിട്ടാണ് ഈ ലോൺ നമ്മൾ ഡിസൈൻ ചെയ്തേക്കണേ. ഇതിൽ ബാങ്കിന് 2.5% ആവറേജ് പലിശ നഷ്ടമുണ്ട്. അപ്പോൾ ഇത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ആ സിബിൽ സ്കോർ. ഏതാ വായ്പ എടുക്കാത്ത ആളാണെങ്കിൽ നമുക്ക് ഈ സ്കീമിൽ എലിജിബിലിറ്റി ഉണ്ടാവില്ല. കാരണം ഒരു പേരൻറ്റിന് വായ്പ എടുക്കാത്ത പേരൻറ്റ് കേരളത്തിൽ വളരെ കുറവാണ്. അഡ്വൈസ് ഉണ്ടായിട്ട് കോടതി മുഖേന കയറേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരം ഒരു സാഹചര്യം വരാതിരിക്കാൻ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടായിട്ടും കോടതി മുഖേന അതായത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അഡ്വൈസ് കിട്ടിയിട്ടും 409 പേർക്ക് യഥാസമയം ജോലിക്ക് ഹാജരാകാൻ കഴിയാതെ പോയത് നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ ബാങ്കുകളുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ആ ലിസ്റ്റിൽ നിന്ന് അന്ന് നിയമനമൊന്നും ലഭിക്കാതിരുന്ന ഏതാനും ആളുകൾ കേസിന് പോയി എന്നതാണ് ഞങ്ങളുടെ ശ്രദ്ധയിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി അവർക്ക് കൂടി പിന്നെ നിയമനം നൽകണം എന്ന നിർദ്ദേശം നൽകുകയുണ്ടായി. ആ കേസ് കോടതിയിൽ നീണ്ടുപോയത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു സുപ്രീം കോടതിയെ സമീപിച്ച് അപ്പീലിന് പോകുന്നതിനോ ഒന്നും ഞങ്ങൾ സന്നദ്ധമായില്ല. കാരണം അവർക്ക് കൂടി കൊടുത്ത് 95 പേരാണ് അന്ന് പറഞ്ഞത്. അവർക്ക് കൂടി നിയമനം നൽകി. ഇവിടെ വേക്കൻസി ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് നിയമനം ലഭ്യമാകുന്നതിന് കേരള ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് തുറന്ന സമീപനമാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. മറ്റവരെയും ജോയിൻ ചെയ്തു, ഇവരും ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത് ആ ലാസ്റ്റ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്ന ഒഴിവുകൾ എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തുകയുണ്ടായി. അത് ഇന്നലെ തിട്ടപ്പെടുത്തി. ഇന്നലെയാണത്, മിനിഞ്ഞാന്നാണ് മറ്റേ ഡേറ്റ് കഴിഞ്ഞത്. ഇന്നലെ തിട്ടപ്പെടുത്തി. ഇന്ന് തന്നെ PSCക്ക്, അതാണ് ഞാൻ 102 എന്ന് പറഞ്ഞത്, 90 ക്ലർക്കുമാർ അതുപോലെ മറ്റ് അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലയുണ്ടായി. ഇത് ഒരു തുറന്ന സമീപനമാണ്. കാരണം അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ, അഡ്വൈസ് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ല, 90 ദിവസത്തിനുള്ളിൽ അവർക്ക് നിയമനം ലഭിച്ചിരിക്കണം എന്നാണല്ലോ. അപ്പോൾ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് നിലവിൽ വരാനിടയായതിനെ തുടർന്നാണ് അത് വൈകാനിടയായത്. പിന്നീട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത് അത് എത്രയും വേഗതയിൽ തീർപ്പാക്കുന്നതിന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ചടുലമായ നിലയിൽ എങ്ങനെയെല്ലാം ഇടപെടാൻ കഴിയും. അങ്ങനെ ഇടപെട്ടു. മനുഷ്യസാധ്യമായ നിലയിലെല്ലാം ഇടപെട്ടു. കോടതി അത് വളരെ വേഗത്തിൽ തീരുമാനത്തിലേക്ക് എത്തുന്ന നിലയുണ്ടായി. അങ്ങനെ കോടതിയുടെ കൂടി മാർഗനിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ
ഒരു ദിവസം പോലും വൈകാതെ അവർക്കെല്ലാം നിയമന ഉത്തരവ് ബാങ്ക് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത് അവശേഷിക്കുന്ന ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് മണിക്കൂറുകൾ പോലും ഡിലേ വരാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സഹകരണ മേഖലയിൽ നൽകുന്ന പലിശ നിരക്ക്, നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ നാഷണലൈസ്ഡ് ബാങ്ക് മാക്സിമം പലിശ നിരക്കായിട്ട് അവർ ഇപ്പോൾ ഡെപ്പോസിറ്റിന് കൊടുക്കുന്നത് 6.25%. കേരള ബാങ്കിലാണെങ്കിൽ അത് 7.1%, സീനിയർ സിറ്റിസണും അതുപോലെ 15 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് 7.6%. ഞങ്ങളുടെ 95% നിക്ഷേപവും ഈ 7.6 പലിശ നിരക്കിൽ വരുന്നതാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളാണെങ്കിൽ ഒരു പടി കൂടെ മുന്നിലോട്ട് കടന്ന് 8.1% നിലവിൽ അവർ നിക്ഷേപം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ റൂറൽ സേവിങ്സ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ നല്ല പലിശ നിരക്ക് കൊടുത്ത് റൂറൽ സേവേഴ്സിന് മാക്സിമം റിട്ടേൺ കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ അവിടെ നിർവഹിക്കപ്പെട്ടു പോവുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കോസ്റ്റ് മറ്റ് ബാങ്കുകളുടെ കോസ്റ്റിനേക്കാളും, കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് മറ്റ് ബാങ്കുകളെക്കാളും താരതമ്യേന ഉയർന്നു നിൽക്കുന്നു. ഇതൊരു ഫാക്ടർ. രണ്ടാമത് നമ്മളുടെ NPA മറ്റ് ബാങ്കുകളുടെ NPAനേക്കാളും വളരെ ഉയർന്ന നിലയിലാണ്. അതിനുള്ള റീസൺസ് പലതും ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്. പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ബാങ്കിങ്, കേരള ബാങ്കിൻ്റെ ആ ബാങ്കിങ് ഡൊമൈൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും മുൻഗണനാ വിഭാഗത്തിലാണ് കേരള ബാങ്ക് 95% വായ്പകൾ നൽകുന്നത്. ആ മുൻഗണനാ വിഭാഗത്തിൻ്റെ NPA കൂടുതലാണ്. ഇപ്പോൾ കേരള ബാങ്ക് രൂപീകൃതമാകുന്ന സമയത്ത് 21% ഉണ്ടായിരുന്ന കേരള ബാങ്കിൻ്റെ NPA നിരക്ക് ഇപ്പോൾ നമ്മളത് 9.35% കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. കേരള ബാങ്ക് തുടങ്ങിയതിന് ശേഷം കേരള ബാങ്കിൻ്റെ പ്രോഡക്റ്റുകളായി കൊടുത്ത ലോണുകളിൽ കേരള ബാങ്കിന് ഇന്ന് NPA 5.27% മാത്രമേ ഉള്ളൂ. പക്ഷേ പഴയ ജില്ലാ ബാങ്കുകളുടെ ഇപ്പോഴും ആ പഴയ ലോണുകളുടെ ഒരു ഓവർഹാങ് നിൽക്കുന്നുണ്ട്. ആ പഴയ ലോണുകൾക്ക് NPA ഇപ്പോഴും 21% കൂടുതലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും അഗ്രസീവായിട്ടുള്ള റിക്കവറി നടപടികളും നടത്തി 796 കോടി രൂപ നമ്മൾ ഈ 2 വർഷം കൊണ്ട് ആ പഴയ ലോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പലിശ നിരക്ക് കൂടുതലെന്നാൽ ഈ ഡയറക്റ്റ് റിലേഷൻ, ഒന്ന് കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് വളരെ കൂടുതലാണ്, 2 NPA കൂടുതലാണ്. പോകെ ഈ അഡ്വാൻസസിൻ്റെ, അതായത് ക്രെഡിറ്റിൻ്റെ, ലോണുകളുടെ പലിശ നിരക്ക് കേരള ബാങ്കിന് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.